ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, എല്ലാ കാര്യങ്ങളോടും മടി തോന്നുക, ഉറക്കക്കുറവ് ഉണ്ടാവുക, പിന്നെ നമ്മുടെ വലത് ഭാഗത്ത് ശരീരത്തിൻ്റെ വയറിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് അമിതമായിട്ടുള്ള ഭാരം അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുക, പിന്നെ നമ്മുടെ ഫേസിലാണെങ്കിൽ ഭയങ്കര കരിവാളിപ്പ് ഉണ്ടാവുക, എല്ലാത്തിനോടും നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒരു സ്തംഭനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുക, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് ഡിസീസാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ തന്നെ നമുക്ക് ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മളെ ലിവറിനെ ഇത് നശിപ്പിച്ച് കളയും. അപ്പം നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ മടി, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്ന ക്ഷീണം, അസ്വസ്ഥത, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഉണ്ണിമായ, നാച്ചുറോപ്പതി ഫിസിഷ്യനാണ്. നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്? അതായത് നമ്മുടെ ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഇത്. അതായത് ഫാറ്റ് അസാധാരണമായിട്ട് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട്, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് മദ്യപിക്കുന്ന ഒരാളുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മദ്യപാനത്തിലൂടെ തന്നെ നമ്മുടെ ലിവറിനകത്ത് ഈ ഫാറ്റ് അടിഞ്ഞു കൂടുകയും ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കാനും ലേറ്റർ, അതായത് ഫൈനൽ സ്റ്റേജിൽ ഇത് സിറോസിസ്, ക്യാൻസർ പോലുള്ള രോഗങ്ങളായി മാറാനും കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട്, അതായത് നമ്മളെ അമിതവണ്ണം, അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തത്, കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ബേക്കറി ഐറ്റംസ്, മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക്, അതായത് ഓയിലി ഫുഡുകൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ വരുന്നതാണ് രണ്ടാമത്തേത്, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ഡോക്ടറെ, ഞാൻ മദ്യപിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണല്ലോ, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല, പക്ഷേ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനോ എക്സസൈസ് ചെയ്യാത്ത ആളുകൾക്കോ മാത്രം വരുന്നൊരു രോഗമല്ല ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇതും ഒരു കാരണമാണ്. അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ വെയിറ്റാണ്, ബോഡി വെയിറ്റ്. അതായത് നല്ല വണ്ണമുള്ള ആളുകൾക്ക്, അതായത് വയറിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. ഈ ആളുകൾ എന്ത് ചെയ്യും? ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിച്ച് വണ്ണം വയ്ക്കും. ഈ ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് കുറവാണ്. വണ്ണമുള്ള ആളുകളാവട്ടെ, വണ്ണം ഇല്ലാത്ത ആളുകളാവട്ടെ, ഇവർ എക്സസൈസ് കുറയുന്ന സമയത്ത് നമ്മുടെ ലിവറിൽ കൊഴുപ്പ് കൂടാൻ കാരണമാകുന്നുണ്ട്. ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ, അതായത് മധുരം. ഡയബറ്റിക് പേഷ്യൻസ് അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന മധുരം, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് എങ്ങനെയാണ്? പഞ്ചസാര കലക്കിയിട്ടാണ്. ഇതിനകത്തുനിന്ന് നമ്മുടെ ഈ ഷുഗർ കണ്ടൻറ്റ് അടിഞ്ഞു കൂടിയിട്ട് കൊഴുപ്പാവും. ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊഴുപ്പ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് കോർട്ടിസോൾ ലെവൽ കൂടും. ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കണം, അതായത് കൊഴുപ്പടിഞ്ഞു കൂടാൻ കാരണമാകുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് മരുന്ന്, അല്ലെങ്കിൽ BP, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ
നമുക്ക് എന്ത് സംഭവിക്കാം? ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് ദീർഘകാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെയുള്ളത് ജനറ്റിക്കലി ഉള്ളതാണ്. അതായത് ചില ആളുകളുടെ ശരീരത്തിൽ ജനറ്റിക്കലി തന്നെ ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കാം? ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വണ്ണം ഇല്ലാത്ത ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട്. കാരണം ഈ വണ്ണം ഇല്ലാത്ത ആളുകൾക്കും വയറിൽ കൊഴുപ്പ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് മെയിൻ റീസൺസ്. ഇനി ഫാറ്റി ലിവറിന് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റും. അതായത് ഈ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഇത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റും. ഗ്രേഡ് 3 എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും? ഒന്നാമത്തേത്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ഒരു 2-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക, ഭക്ഷണം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, നന്നായിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടാതെ എന്തൊക്കെ പച്ചക്കറികൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫ്രൂട്ട്സ്, എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ആക്കണം നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പച്ചക്കറികൾ. എന്തൊക്കെ പച്ചക്കറികൾ നമുക്ക് കഴിക്കണം? പാവയ്ക്ക, വെള്ളരിക്ക, കേബേജ്, അതായത് ചീര, മുരിങ്ങയുടെ ഇലയൊക്കെ കഴിക്കുന്നത് ഈ ഫാറ്റ് കുറയ്ക്കാനും നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് നോക്കാം. അതായത് ആപ്പിള്, പപ്പായ, പേരയ്ക്ക, അവക്കാഡോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഈ പറയുന്ന നട്ട്സ്, ബദാം എല്ലാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെയുള്ളത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് ചെറുപയർ, കടല പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഫാറ്റ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതേ സമയത്ത് കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ മഞ്ഞ ഒഴിവാക്കുക, വെള്ളം കഴിക്കുന്നത് നല്ലതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ഒഴിവാക്കണം എന്ന് നോക്കാം. അതായത് മധുര പലഹാരങ്ങൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫ്രൈഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഓയിലി എണ്ണയിൽ പൊഴിച്ച മീൻ, ചിക്കൻ, അതേപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. അതായത് ഓയിലിൽ ഉണ്ടാക്കുന്ന മധുര പലഹാരങ്ങൾ ഒഴിവാക്കാം. അല്ലാതെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ എന്താ പറയുക, ഒരുപാട് പുളി, എരിവൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മെയിനായിട്ട് നമ്മൾ പച്ചക്കറികൾ ആഡാക്കുക. ഡെയിലി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ വൈറ്റ് റൈസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ബ്രൗൺ റൈസ് ആക്കുക. വൈറ്റ് റൈസ് നല്ലതല്ല, മൈദ ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മെയിനായിട്ട് അതായത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, പെപ്സി പോലുള്ള കാര്യങ്ങൾ കുടിക്കുന്ന ആളുകളായിരിക്കും. ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസൊക്കെ തിന്നുന്ന ആളുകളായിരിക്കും. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിവറിനെ പൂർണ്ണ ആരോഗ്യത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമുക്ക് ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തേത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ച്, ഇത് 1 ടേബിൾ സ്പൂണ് ഈ ഉണക്കി പൊടിച്ച വെളുത്തുള്ളി എടുക്കുക. ഇത് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. രണ്ടാമത്തേത്, ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇഞ്ചി നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലൊരു ഡീടോക്സ് ഡ്രിങ്കാണ്. പിന്നെ നമ്മൾ ഡെയിലി കുടിക്കുന്ന ചൂടുവെള്ളം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന വെള്ളം, ജീരകം, മല്ലി ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോൾഡ് ഹിപ്പ് ബാത്ത്. അതായത് വലിയൊരു പാത്രത്തിനകത്ത് കുറച്ച് ഇളം ചൂട് വെള്ളം എടുക്കുക. അതിനകത്ത് നമ്മൾ ഇരിക്കുന്നത്, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ അരഭാഗം വരെ താഴ്ന്നിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് ഹോട്ട് ആൻഡ് കോൾഡ് ഹിപ്പ് ബാത്ത് ഉണ്ട്. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഇരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതൊരു 10-15 മിനിറ്റ് നേരം ചെയ്യുന്നത് നല്ല കാര്യമാണ്. പിന്നെ യോഗ ചെയ്യുന്നത്, അതായത് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിവർ,
അതായത് നമുക്ക് ഈ കണ്ടീഷൻ, അതായത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സിബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഡെയിലി എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, വണ്ണം കുറയ്ക്കുക, ഇതാണ് മെയിൻ. പിന്നെ നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ഗട്ട് പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തത്. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങളോ, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.